എടാ നിങ്ങള് വീട്ടിലൊന്നും പോകുന്നില്ലേ? ഇവിടെ തന്നെ കിടപ്പാണാ? വായും തലേനെ കൊണ്ടുവന്നാ? മോളെ ഞാനിന്ന് പോകും കേട്ടാ. അയ്യോ അങ്കിളിനെ അല്ല അല്ലേ? പിന്നെ ഞങ്ങള് എന്തുണ്ട് വിശേഷം? രമാനിക്ക് സുഖം തന്നെ? രമ സുഖമായിട്ടിരിക്കുന്നു. ഞാൻ പോകുന്നത് അവളെ അറിഞ്ഞിട്ടില്ല. ഞാൻ വേറെ വഴിക്ക് വന്ന വഴി ഇവിടെ വരുന്ന കയറിയിട്ട് പോവാന്ന് കരുതിയ. പലവരും ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് വരുന്നത്. പിന്നെ ഇവിടെ നിന്ന് പോകുന്നില്ല അല്ലടാ. ശിവ നീ കുളിക്കുന്നില്ലേടി? മക്കള് കുളി. വിശക്കണുണ്ടോ? ഇത്രയും ദൂരം യാത്ര ചെയ്തല്ലേ? ഞാൻ പോലും മേടിച്ചോണ്ടോട്ടാ. ആയ വെച്ചോണ്ട് മിണ്ടാണ്ടിരി. ഞാൻ സംസാരിക്കട്ടെ ഇവരുടെ അടുത്ത്. എടി ശിവ വന്ന് കാലെടുത്ത് കുത്തിയുള്ള ചേച്ചി പിന്നെ സുഖം മെലിഞ്ഞു വരെ ചെറുതായി പോകുന്നുണ്ടോ? തന്നടി ആ കാര്യം ഞാൻ ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചോണ്ടിരിക്കുവായിരുന്നു. നിങ്ങളിന്ന് കാറ്ററിംഗ് സർവീസിന് പോകുന്ന പച്ച യൂണിഫോം ഒക്കെ ഇട്ട്. പിന്നെ ഇപ്പൊ ശിവ കേശു അല്ലല്ലോ, ലച്ചു കേശു അല്ലേ. അപ്പൊ കോയിൻസിഡൻസ് ഹാപ്പൻസ്. I'll come back to you later. എന്ത് പറ്റി വർത്താനൊക്കെ നിർത്തിയത്? ഞാൻ വന്നപ്പോഴത്തേക്ക് മൂഡ് പോയാ? മെർലിന് തമാശ അറിയായിരുന്നില്ലേ? ഭയങ്കര ചിരിയായിരുന്നല്ല. ഒന്നുകൂടെ പറ, ഞാൻ കേക്കട്ടെ. എനിക്കും ചിരിക്കണം. പറ ശിവ മക്കളെ. അവള് പറഞ്ഞല്ലോ ചിരിക്കാനായിട്ട്. ചിരിച്ചത് അല്ലാതെ ചിരിക്കുക. ചേച്ചി പറഞ്ഞ് കോമഡി പറഞ്ഞില്ലേ? ഇല്ല ഞാൻ പറഞ്ഞില്ല. എന്നാ ചേച്ചി കേശു അങ്കിൾ ഞാൻ പോട്ടെ. അയ്യോ അങ്ങനെ പോവല്ലേ, ഇരി അങ്ങോട്ട്. ഇപ്പൊ ഞാൻ കയറി വന്നപ്പോഴത്തേക്കും അലീന എനിക്ക് പോയി കഴിഞ്ഞാൽ വിഷമം എനിക്കല്ലേ അല്ലേ? ഞാൻ വന്നോണ്ടാണോ പോകുന്നേ? പിന്നെന്താ അവിടെ ഇരിക്കും. എന്നാ ഞാൻ പോട്ടെ കേശു. മെർലിനെ ഇരി, മെർലിനെ ഇരിക്ക്. ഇവിടെ കേശു മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും ഇല്ലേ? എന്താണ് എല്ലാവരും പോട്ടെ കേശു എന്ന് കഴിക്കുന്നേ? ഇരി ഇരിക്ക്. ഇപ്പൊ ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ഇവര് തമാശയും പറഞ്ഞു ബഹളവും വെച്ച് എത്ര നേരം ഇവിടെ ഇരുന്നേനെ അല്ലേ? അപ്പൊ ഞാൻ വന്നോണ്ടാണോ ഇങ്ങനെ? തമാശയൊക്കെ പറ. മക്കളെ ശിവ എന്തോ ഞാൻ നീ പെട്ടെന്ന് കേറി വന്നപ്പോ തന്നെ ഞാൻ ചോദിക്കണമെന്ന് വിചാരിക്കില്ലേ? മക്കളെപ്പ പോടാ? എന്തിന്? ചുമ്മാ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നല്ലേ, അപ്പൊ റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് എപ്പോ പോകുമെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചേ. ഞാൻ നന്നായിട്ട് റെസ്റ്റ് ഒക്കെ എടുത്ത് 2-3 ദിവസം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. ഹാപ്പി ആയില്ലേ? 2 ദിവസം കാണല്ലോ. അപ്പൊ ഞാൻ പോട്ടെ. ശിവ വീട്ടിൽ വാ, ഫണ്ണായിരിക്കും. ജോയിച്ചേട്ടനുണ്ട് അവിടെ. വെരി ഫണ്ണിയാ. വരാം. അലീനയുടെ വീട്ടിൽ എന്തായാലും വരും. വെരി ഫണ്ണി ആയിരിക്കുമല്ലോ. ചിലവരുടെ വീട്ടിന്റെ മുറ്റത്ത് പോലും കയറാൻ തോന്നില്ലല്ലോ. അവിടെ സ്വഭാവം അങ്ങനെ. കാരണം അതായത് ശിവ അലീന ഉദ്ദേശിച്ചത് എന്തെന്ന് വെച്ചാല് ചിലരുടെ വീടിന്റെ മുറ്റത്ത് പോലും നമുക്ക് കേറാൻ തോന്നില്ലെന്ന്. കാരണം അവരുടെ ഈ സ്വഭാവ. എടാ അതല്ലടാ അവൾ ഉദ്ദേശിച്ചത്. മെർലിന്റെ വീടിന്റെ മുറ്റത്ത് പോലും കേറാൻ തോന്നൂല എന്നാണ്. പിന്നെ സ്വഭാവ ഗുണത്തിന്റെ കാര്യം അത് കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കേട്ടാ. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ആൾക്കാരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ. എന്നാണോ ഉദ്ദേശിച്ചത്? പൊന്നങ്ങളൊന്ന് ചുമ്മാ ഇരി. നിങ്ങൾ ഇവിടെ വെച്ചില്ലേ? അമ്മൂമ്മ ആന്റി എന്തേ? കനകാന്റി അവരടുക്കളയിലുണ്ട് ഉണ്ടല്ലേ? ഞാൻ പോയി കണ്ടച്ചു വരാം. കാണുന്നുണ്ട് ഞാൻ. നേരെ പോയി വലത്തോട്ട്. ഈ വീടിന്റെ അടുക്കളയല്ലേ? നീ റൂട്ട് മാപ്പ് ഇട്ടാണെങ്കിൽ പിന്നെ അല്ല നീ പോണല്ലേ? ശിവ ഇപ്പൊ വന്നോളൂ. ശിവ എന്റെ പണ്ടത്തെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ഇച്ചിരി സംസാരിക്കാനുണ്ട്. ഓഹോ, എന്നാ എനിക്ക് ശിവയോട് കുറച്ച് പറയാനുണ്ട്. ഞാനും കുറച്ച് കഴിഞ്ഞേ പോകുന്നുള്ളൂ. നിങ്ങളൊക്കെ പോവാ? അല്ല, അവരോട് കുത്തിരിക്കാൻ പോണ്. அப்படின்னா நான் இதை ஸ்பெஷல் பண்றேன். സബാഷ്. ഇത്രയും സ്പെഷ്യൽ എവിടെ ഇരിക്കുന്നു? എന്തായാലും ഒരു ചായയെങ്കിലും കുടിച്ചിട്ട് പോയിനെ. അപ്പൊ എന്തായാലും ശിവ വന്നപ്പോ ഇവിടെ എല്ലാരും ഉണ്ടല്ലോ, വളരെ സന്തോഷം അല്ലേ ശിവ? അതെ അതെ, ഇതിൽ പര സന്തോഷം ഇനി എന്തുണ്ട്? നിങ്ങൾ പോവല്ലേന്ന് ഇവിടെ ഇരി. ഇപ്പതേ ശിവ വന്നില്ലേ? ഈ കനകാന്റിയുടെയും ശിവാനിയുടെ തമിഴ് കോമഡിയൊക്കെ കേട്ടായിട്ടല്ലോ നമ്മൾ ചിരിച്ചിരിച്ചിരിച്ച് മണ്ണ് കപ്പും. മാത്രല്ല ദേ ശിവ ഇപ്പൊ ലോക്കൽ ഫുഡൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. ചെന്നൈ സ്പെഷ്യൽ അല്ലേ ശിവ? എന്നാ പിന്നെ അടിച്ചു പൊളിക്കും. ஆமா ஆமா, நம்ம எல்லாருமா சேர்ந்து டீ எல்லாம் குடிச்சு ஸ்நாக்ஸ் எல்லாம் சாப்பிட்டு ஜாலியா பாட்டெல்லாம் பாடி என்ஜாய் பண்ணலாம். ശോകഗാനാണോ? കേശു കേശു വന്നേ, ഇച്ചിരി സംസാരിക്കാനുണ്ട്. ബാംഗ്ലൂരിന്റെ കാര്യ. വാ. കൊണ്ടുപോയി. കണ്ട ശിവ, അലീന കേശുനെയും കൊണ്ട് പോയി. ഞാൻ എന്റെ കാര്യം നോക്കി പോയാനെ കേട്ടാ. പക്ഷെ ഇനി ഞാൻ അങ്ങനെ പോകൂല. ശിവാനി അവള് കൂടുതലായി കേട്ടാ. ഞാൻ മാക്സിമം ഒതുങ്ങാൻ നോക്കി, പക്ഷെ ഇനി എനിക്ക് പറ്റൂല. മെർലിൻ പറഞ്ഞ പോലെ ഞാൻ അത്രയും മോശമൊന്നുമല്ല. അല്ല, നിങ്ങൾ രണ്ടുപേരും എന്തീ മാറി സംസാരിച്ചോണ്ടിരിക്കുന്നേ? നീ ചോദിച്ചാണ്ട് വീട്ടിൽ താമസാക്കിയാ?
തിരിച്ച് ബാംഗ്ലൂർക്കൊന്നും പോകുന്നില്ലേ? അതിന് ചോദിക്കാനും പറയാൻ ആരോ ഉള്ളേ? കൂടാതെ പൂത്ത കാശും. ഇവിടെ കിടന്ന് കൂടുതൽ കളിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ ഞാൻ വിളിച്ചിട്ട് ഡാഡി പറയോട്ടോ. ആ ശരി, ഇവിടെ നടക്കുന്ന എല്ലാ കാര്യം ഞാൻ അങ്കിളിനെ കോൾ ചെയ്തിട്ട് പറയും. എന്ത് അതെ, എന്തോ ഇവിടെ വർത്താനം ബാക്കിയുള്ളവർ പുറത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ഇതിനു വേണ്ടി എന്ത് കഥ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എടോ, താൻ തന്നെ ഫാമിലിയോട് സംസാരിച്ച് പോ. അത് തന്നെ, ഞങ്ങളോട് സംസാരിക്കണ്ടില്ലേ വെറുതെ ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട്. ആഹാ, കൊള്ളാലോ. ഇപ്പൊ നിങ്ങൾ കസിൻസ് ഒന്നായ? ആ ചില സമയത്ത് ഞങ്ങൾ ഒന്നാവും രണ്ടാവും. തനിക്കെന്താ? ആദ്യമേ പഠിച്ച ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്ക്. പഠിച്ചാലല്ലേ? ചെന്നൈയിൽ അവിടെ ചുറ്റി കറങ്ങി നടക്കുമല്ലേ? കേശു, നീ ഇടയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെന്നൈ പോയി അന്വേഷിച്ചു നോക്ക്. ഹലോ, എന്താണ് ഇയാളെ എങ്ങോട്ടേ പറഞ്ഞു തരുന്നേ? അല്ല, ഇതെല്ലാം കേട്ടോണ്ട് മുട്ട പൊഴുങ്ങി പോലെ നീ എന്തോ കാണിച്ചു നിൽക്കുവാ? തിരിച്ചെന്തേലും പറ. എല്ലായിടത്തും കൂടെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.